ഇറങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ കണ്ടവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലാലേട്ടനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഈ വില്ലൻ ആരടാ എന്ന്. തങ്ങൾ ആഗ്രഹിച്ച മോഹൻലാലിനെ തിരിച്ചു കിട്ടിയത് ആഘോഷമാക്കുക തന്നെയാണ് ആരാധകർ. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് എങ്ങും ചർച്ചാ വിഷയമാകുന്നത്. അതേസമയം മോഹൻലാലിനോടൊപ്പം തന്നെ അതോടൊപ്പം പിടിച്ചു നിന്ന മറ്റൊരു കഥാപാത്രം തന്നെയാണ് അതിലെ വില്ലൻ. അതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ചെറുചിരിയും ഹലോയുമായി എത്തി പ്രേക്ഷകരെ ആകെ വെറുപ്പിക്കുന്ന വില്ലനെ CI ജോർജ് മാത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ ക്യാമറയ്ക്ക് മുന്നിൽ പുതുമുഖമായ പ്രകാശ് വർമ്മയാണ് വില്ലൻ വേഷം മനോഹരമാക്കിയിരിക്കുന്നത്. നടനായി പുതുമുഖനാണ് എന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ടെക്നീഷ്യനാണ് പ്രകാശ് വർമ്മ. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആഡ് ഫിലിം കമ്പനിയായ നിർവാണയുടെ സ്ഥാപകനായ പ്രകാശ് വർമ്മ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ഒട്ടേറെ പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ്. മമ്മൂട്ടിയെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് പ്രചോദനമായ ഗ്രീൻ പ്ലൈയുടെ പരസ്യം പ്രകാശ് വർമ്മയുടെ ആശയമായിരുന്നു. വോഡാഫോണിന്റെ സൂസു പരസ്യങ്ങൾ, ഷാരൂഖ് ഖാൻ അഭിനയിച്ച ദുബായ് ടൂറിസത്തിന്റെ ബി മൈ ഗസ്റ്റ് പരസ്യം, ഫഹദ് ഫാസിലും നസ്രയും ഒന്നിച്ച ക്യാമറയുടെ പരസ്യം എന്നിവ സംവിധാനം ചെയ്തത് പ്രകാശ് വർമ്മ തന്നെയാണ്. കാഡ്ബറി ജെയിംസിനും ഡയറി മിൽക്കിനും ഇന്ത്യൻ റെയിൽവേക്കും ഐഫോണിനും ഫേസ്ബുക്കിനും വേണ്ടി പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരള, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം പരസ്യങ്ങളും പ്രകാശ് സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ചിലതാണ്. ആലപ്പുഴയിൽ അധ്യാപക ദമ്പതികളുടെ മകനായാണ് പ്രകാശ് വർമ്മയുടെ ജനനം. SD കോളേജിലെ പഠനത്തിന് ശേഷം ലോഹിതദാസിന്റെയും വിജയ് തമ്പിയുടെയും സംവിധാന സഹായിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. VK പ്രകാശിന്റെ അസിസ്റ്റന്റായാണ് പരസ്യചിത്ര ലോകത്ത് എത്തിയത്. പരസ്യചിത്ര മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്നേഹ ഐപ്പാണ് ഭാര്യ. 2001 ഇരുവരും ചേർന്ന് ബംഗളൂരുവിൽ നിർവാണ എന്ന പേരിൽ പരസ്യചിത്ര കമ്പനി ആരംഭിക്കുകയായിരുന്നു. വാഗണർ, ടൈറ്റൻ, ഹുണ്ടായി, സാൻഡ്രോ, ഷവർലെ ഒപ്ട്ര, ഫ്രൂട്ടി, ലീ ജീൻസ്, പോൺസ് എന്നിവയ്ക്ക് വേണ്ടിയും പ്രകാശ് പരസ്യചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായ 7 സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ പെറ്റിടാം ആരും ആപത്തിൽ എന്ന പ്രോമോ സോങ് സംവിധാനം ചെയ്തതും പ്രകാശ് തന്നെയാണ്. ചിത്രത്തിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളി തന്നെയായിരുന്നു. മുഴുനീള ചിത്രത്തിന്റെ സംവിധായകൻ ആകാനുള്ള ആഗ്രഹം അദ്ദേഹം ഒരിക്കലും മറച്ചു വെക്കുന്നുമില്ല. അഭിമുഖങ്ങളിലും സംവാദങ്ങളിലും അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.